ആ ബൈക്കളെയും വിറ്റോ? ഒരു ദയനീയ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാളിയാ. അളിയോ, എന്റെ ദൈവമേ, ഞാൻ ഇതിനൊക്കെ എന്താ മറുപടി പറയാ? നീ ഈ ചതി എന്തിനാടാ ഇവനോട് ചെയ്തത്? ആ ബൈക്ക് എന്റെ ജീവിതമായിരുന്നു അളിയ. ഇതിനും ഭേദം അളിയന് എന്റെ നെഞ്ച് കീറി മുറിക്കായിരുന്നു. ഋതിക മാഡം, ബൈക്ക് ഋതിക മാഡം, ഇത് അതെ, രാജുവിന്റെ ബൈക്ക് തന്നെയാ. എന്താ ഡൗട്ട്? ഇതെങ്ങനെ മാഡത്തിന്റെ കയ്യിൽ വന്നു? അതൊക്കെ വന്നു അങ്ങളെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പറയണം മോളെ, പറഞ്ഞേ പറ്റൂ. പറയും മാഡം, ഈ ബൈക്ക് എങ്ങനെയാ മാഡത്തിന്റെ കയ്യിൽ വന്ന? ഞാൻ പറയട്ടെ ചേട്ടാ? പറഞ്ഞോ, അതിന് എനിക്കെന്താ. ഞാൻ കോളേജിൽ പോകുന്ന വഴി ജേട്ടനൊരു വർക്ക്ഷോപ്പില് ഈ ബൈക്ക് വിൽക്കുന്നത് കണ്ടു. ചേട്ടാ, ആ പോയ ആള് ഈ ബൈക്ക് വിറ്റതാണോ? അതെ. എന്താ? ആ ബൈക്ക് എന്റെ ഫ്രണ്ടിന്റെയാ. അതിന് ഞാൻ എന്ത് വേണം? വിൽക്കാൻ കൊണ്ടുവന്ന സാധനം ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. ചേട്ടന് മിനിസ്റ്റർ പ്രതാപവർമ്മയെ അറിയോ? അദ്ദേഹത്തെ അറിയാത്തായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നാലേ ആ പ്രതാപവർമ്മയുടെ മകളാ ഞാൻ. ഞാനൊന്ന് പോലീസിനെ ഫോൺ ചെയ്താ എന്താവോന്നറിയോ? അയ്യോ മോളെ, വേണ്ട. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ ചേട്ടനെ ഉപദ്രവിക്കില്ല. അയാൾ എത്ര രൂപ വാങ്ങിച്ചു ഈ ബൈക്കിന്? 50,000 രൂപ. ആ രൂപ ഞാൻ തരാം, പണിക്കൂലിയും തരാം. ചേട്ടൻ ആ ബൈക്കൊന്ന് നന്നാക്കി തരണം. ആ ശരി മോളെ. പ്രണവ് വാടാ.